എന്തിനാണ് കരയണേ? ഞാൻ പോകില്ലേ? ഒടുവിൽ അഭിനയിച്ചൊരു സിനിമ ഉണ്ട് ഇഴ. ഇസ്ലാമിലെ പാരമ്പര്യ വിശ്വാസങ്ങളെ ഇത്ര വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. സദാസമയം നാവുകൊണ്ട് ഉരുവിട്ടാ പോരാ, അതിന്റെ അർത്ഥം അറിഞ്ഞ് പഠിച്ച തമ്പുരാനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയണം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. കലാഭവൻ നവാസ് മരിച്ചിട്ട് ഇപ്പോൾ 10-11 ദിവസമായി. ഒരുപാട് സിനിമക്കാർ കലാഭവൻ നവാസിൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തിയിട്ടും അവരോടൊന്നിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അവരെ കാണാൻ പോലും അവർ തയ്യാറായിട്ടില്ല. ഇതാന്ന് പറയുന്ന ഒരു മതപരമായ ഒരു ആചാരം അത്ര മതപരമായ താല്പര്യത്തോടെയാണ് ആ കുടുംബം സ്വീകരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് അവരുമായി കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം സിനിമക്കാർ അവരോട് ചെയ്ത ക്രൂരതയാണ്. ഒടുവിൽ അഭിനയിച്ചൊരു സിനിമ ഉണ്ട് ഇഴ. ഇസ്ലാമിലെ പാരമ്പര്യ വിശ്വാസങ്ങളെ ഇത്ര വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. കണ്ടാ വിചാരിക്കും ഏതോ ഒരു വഹാബി സംഘടന ഉണ്ടാക്കിയ സിനിമയാണോ എന്നുള്ളത്. ഞാൻ സംവിധായകൻ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇസ്ലാമിലെ പാരമ്പര്യ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സുന്നികളാണ്. ആ സുന്നികളായ ആളുകളെ ഇത്ര മോശം, അവർ മുശ്രിക്കീങ്ങളാണ്, ശരിയായ വിശ്വാസികളല്ല എന്ന് കൂടി ഒരു സിനിമയിൽ പറഞ്ഞു വെക്കുക. ആ സിനിമയിൽ നായകനായിട്ടാണ് കലാഭവൻ നവാസ് അവസാനം അഭിനയിച്ചത്. ഇഴ എന്നാണ് ആ സിനിമയുടെ പേര്. കലാഭവൻ നവാസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. അദ്ദേഹത്തിനോട് സ്ക്രിപ്റ്റ് കൊടുത്തു, അദ്ദേഹം വന്ന് അഭിനയിച്ചു. എനിക്കതിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അദ്ദേഹം നല്ലൊരു നടൻ കൂടിയാണ്. കാരണം അദ്ദേഹം എല്ലാ സിനിമയിലും ഭയങ്കര ചിരിപ്പിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് ആളുകളെ ചിരിപ്പിക്കുന്ന നല്ലൊരു കോമഡി നടനാണ്. ആ മനുഷ്യൻക്ക് ആളുകളെ കരയിപ്പിക്കാനും കഴിയുമെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ആ സിനിമയിൽ പ്രധാനമായിട്ട് സുന്നികളുടെ വിശ്വാസങ്ങൾ, റാത്തീബ് നടത്തുക, മന്ത്രിച്ചൂത, പള്ളിയിൽ ഉസ്താദിന് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെ സുന്നി വിശ്വാസങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ മോശമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതിനു മുൻപും സുന്നി വിശ്വാസികളെ കളിയാക്കുന്ന, മുസ്ലിങ്ങളെ കളിയാക്കുന്ന, പാരമ്പര്യ വിശ്വാസികളെ കളിയാക്കുന്ന സിനിമകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ സിനിമയുടെ പ്രധാന പ്ലോട്ട് ആവലില്ല, പ്രധാന സബ്ജക്റ്റ് ആവലില്ല. ഈ സിനിമയിലെ പ്രധാന സബ്ജക്റ്റ് തന്നെ ഇത്തരം വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാണെന്നും ഇസ്ലാമികത്തിന് നിരക്കാത്തതാണെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്കിന് അപ്പുറത്തുള്ളൊരു വിശ്വാസമാണെന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് കലാഭവൻ നവാസ് ഇത്രയും തല്ലിപ്പൊളി സിനിമയിൽ അഭിനയിച്ചെന്നുള്ളതാണ്. ഇതിൽ കലാഭവൻ നവാസിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത് ഭാര്യയായ രഹന തന്നെയാണ്. അതേപോലെ കലാഭവൻ നവാസിന്റെ ഉപ്പയായിട്ട് അഭിനയിച്ചത് രഹനയുടെ പിതാവാണ്. അപ്പോൾ ആ സിനിമയിലെ റാത്തീബുകളെ അല്ലെങ്കിൽ നേർച്ച നേരുന്നതിനെ, അങ്ങനെ പാരമ്പര്യ വിശ്വാസങ്ങളെ മന്ത്രിച്ചൂന്നതിനെ എത്ര വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കണം എന്നറിയാം. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ സിനിമയുടെ ഒരു പ്രധാന സീനാണ് ഒരുപാട് തവണ റാത്തീബ് നടത്തിയിട്ട് കുടുംബം തകർന്ന് കുടുംബം ഒരുപാട് കടക്കണിയിലായ ഒരു കുടുംബമായിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ റാത്തീബ് നടത്തുന്നത് ആ റാത്തീബിനോട് അതിലത്തെ നായികയായ രഹന പറയുന്നൊരു ഡയലോഗാണ്. ഭയങ്കര റാത്തീബ് അർത്ഥട്ടോ, റാത്തീബാണ്. ഇയാളെ പോലുള്ള വൃത്തികെട്ടന്മാരെ മുന്നിൽ നിർത്തി നിങ്ങൾ എന്റെ വാദത്തെ ചെയ്താലും അത് മറിച്ചു സ്വീകരിക്കൂല. ഞാൻ പറയുന്നതിനും നിങ്ങൾ ചെയ്യുന്നതിനും പടച്ചോ സാക്ഷിയാണ്. ഇവളൊന്ന് വിളിച്ചോണ്ട് പോടി. കൊല്ലം കുറെ ആയില്ലേ ഈ നേർച്ച നടത്താൻ തുടങ്ങിയിട്ട്. നഷ്ടങ്ങളല്ലാതെ എന്തെങ്കിലും ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇതിന് സമാധാനമെങ്കിലും വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സദാസമയം നാവുകൊണ്ട് ഉരുവിട്ടാ പോരാ, അതിന്റെ അർത്ഥം അറിഞ്ഞ് പഠിച്ച തമ്പുരാനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയണം. അപ്പോഴേ ഒരു സത്യവിശ്വാസിയാകും. കണ്ട, അപ്പൊ ഇതിൽ പറയണത് ഇത് റാത്തീബ് നടത്തുന്ന ആളുകളിൽ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വിശ്വാസത്തിന് അപ്പുറത്തുള്ള ഒരാളുകൾ എന്നുള്ളതാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടണത്? നീ എന്താ പറഞ്ഞേ? എന്തിനാന്നാ? നിനക്ക് നിന്റെ അനിയന് വേണ്ടിട്ടാടി ഈ നേർച്ച എടുത്തത്? എനിക്കും എന്റെ അനിയനും വേണ്ടിട്ടേ നിങ്ങൾ ഈ വക കൂത്തൊന്നും നടത്തണ്ട. എനിക്കും എന്റെ അനിയനും പഠിച്ചവനുണ്ട്. വെറുതെ അല്ലടി നീ പ്രസവിക്കാതെ പോയത് മൊച്ചി. ഈ സിനിമയിലെ ക്ലൈമാക്സിലേക്ക് വരുന്ന ഒരു സീനിലാണ് ഈ പറയുന്നത്. കാരണം ആ ഒരു കുടുംബത്തിൽ ഇവർക്ക് മക്കളില്ലാത്തൊരു കുടുംബമാണ് രഹനയുടെയും നവാസിന്റെയും കഥാപാത്രത്തിൽ. ഇവർക്കൊരു മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ കുടുംബം ഒരുപാട് നേർച്ച നേരുന്നുണ്ട്. ആ നേർച്ചകളൊക്കെ ചെയ്യുന്നത് ഉപ്പാപ്പ എന്ന് പറയുന്ന ഏതൊരു തങ്ങളുപ്പാപ്പ ഒരു വലിയ നേർച്ച നേർന്നിട്ട് ഈ തങ്ങളുപ്പാപ്പയാണെങ്കിലോ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ നടക്കുന്ന ഒരാൾ. ഇങ്ങനെ സാധാരണ ഇത്തരം കേസുകളൊക്കെ സാധാരണ ഉണ്ടാവലുണ്ട്, ഇങ്ങനെ ആത്മീയ ചികിത്സയുടെ പോലെ തട്ടിപ്പുകളൊക്കെ. പക്ഷെ ഒരു സിനിമ തന്നെ ഇതൊക്കെ മുഴുവൻ തട്ടിപ്പാണെന്നും ഇതൊക്കെ ശിർക്കാണെന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എല്ലാ സുന്നികളും ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ ആത്മതട്ടിപ്പ് നടത്തുന്ന ആളുകളോ അല്ല. സിനിമയിലൊരു പാട്ട് സീനുണ്ട് ഈ റാത്തീബ് നടത്തുമ്പോൾ, പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ഇതൊക്കെ ശിർക്കാണ്, ഇതൊന്നും ഇസ്ലാമികമല്ല. പിന്നെ സുന്നികൾ ആരും വായനാശീലമില്ലാത്ത ആളുകളാണ്,
പുസ്തകം എടുത്ത് വലിച്ചെറിയാണ്. അതിൽ നായിക ഒരുപാട് വായിക്കുന്ന ആളുകളായതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ പുത്തൻവിശ്വാസികളായി എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ പാരമ്പര്യ വിശ്വാസികളെയൊക്കെ കൊള്ളരുതാത്തവരും മോശക്കാരും ആക്കിയിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചത്. ഇത്തരമൊരു തല്ലിപ്പൊലി സിനിമയിലാണല്ലോ നവാസ് അവസാനം അഭിനയിച്ചതെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഇനി വേറൊരു സീനുണ്ട്. ഈ ഒരു ഹിന്ദു കുടുംബം വന്നിട്ട് കുട്ടി രാത്രി കിടക്കയിൽ മൂത്രമൊഴിക്കുന്നുണ്ട്. ആ മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മന്ത്രിച്ച് ഓതിയിട്ട് ആ മൂത്രമൊഴിപ്പിൽ നിർത്താൻ വേണ്ടി വരുന്നൊരു സീനാണ്. ആ സീനൊന്ന് കണ്ടോക്ക്. ഒരു പ്രത്യേക മ്യൂസിക്കാണ് ആ സമയത്ത്. കണ്ട മൂപ്പര് തുപ്പലായി തുടക്കിയിരുന്നു കുട്ടി. അപ്പോൾ ഇങ്ങനെ മന്ത്രിച്ചു ഓതുന്നത്, റാത്തീബ് നടത്തുന്നത്, ഇനി പള്ളിക്കൽ ഉസ്താദിന് ചെലവിന് കൊടുക്കുന്നതുണ്ട്. അതിൽ നവാസിന്റെ കഥാപാത്രം വന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ഉമ്മ ചിക്കൻ ഉണ്ടല്ലോ, ബീഫ് ഉണ്ടല്ലോ, പത്തിലുണ്ടല്ലോ, ഉഷാറാണല്ലോ എന്ന് പറയുമ്പോൾ ഇന്ന് പള്ളിക്കൽ ഉസ്താദിന് ചിലവല്ലേ. അപ്പോൾ പള്ളിക്കൽ ഉസ്താദിന് നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു മാസത്തിൽ വന്നിട്ട് 4-5 മാസം കൂടുമ്പോഴൊക്കെയാണ് ചിലവുണ്ടാവുക. അല്ലെങ്കിൽ അല്ലാതെ ഒരു ദിവസം ചിലവുണ്ടാവില്ല സാധാരണ. കാരണം ഒന്നിൽ കൂടുതൽ ഉസ്താദ്മാരുണ്ടാവും. അതൊക്കെ ഒരു ഉസ്താദ്മാർക്ക് റെസ്പെക്റ്റോട് കൂടി നല്ല ഫുഡ് കൊടുക്കുന്നതിനെ പോലും ഇതിൽ പരിഹസിക്കുന്ന രീതിയിലാണ് ഈ സിനിമയിലുള്ളത്. നവാസ് പേഴ്സണലി നല്ലൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം, കാരണം ഞാൻ അതിലൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ അദ്ദേഹം ഈ ഒരു സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇയാളുടെ കൂടെ രഹന ഭാര്യയുണ്ട്, അതേപോലെ ഭാര്യയുടെ ഉപ്പുണ്ട്. അപ്പോൾ നവാസ് പറയാണ് ഭാര്യയോട്, നീ പിറകിലിരിക്ക്, ഉപ്പ ഫ്രണ്ടിലിരിക്കട്ടെ എന്ന്. ഒരു മനുഷ്യർക്ക് മാത്രമേ റെസ്പെക്ട് ചെയ്യുന്ന, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഭാര്യനെ ഫ്രണ്ടിൽ എടുത്തിട്ട് ഭാര്യയുടെ ഉപ്പനെ ബാക്കിലിരുത്തുന്ന, സ്വന്തം ഉമ്മാനെ ബാക്കിലിരുത്തുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ നവാസിന്റെ വ്യക്തിത്വമാണ് കാണിക്കുന്നത്. പക്ഷേ നവാസിന് നല്ലൊരു കഥാപാത്രം ആവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും നവാസ് ഈ സിനിമ ഏറ്റെടുത്തിട്ടുണ്ടാവുക. കാരണം അതിൽ കാണിച്ചൊരു മൊയിലേരുണ്ട്, ഒരു തങ്ങൾ, ഒരു വലിയായിട്ട് കാണിക്കുന്ന ഒരാളാണ്. ഈ തങ്ങൾ എന്ന് പറയുന്ന ഒരാൾ ഒരു ചികിത്സക്ക് വേണ്ടി വരുന്ന, കുട്ടികളില്ലാതെ വരുന്ന രഹന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താണ് ഈ സിനിമകളിലൂടെ ഒക്കെ കണ്ടിട്ടാണ് ആളുകൾ ചിത്രീകരിക്കുക. ഇപ്പം നിങ്ങൾ നോക്കി നോക്ക്, മുസ്ലിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളുകൾ, മുസ്ലിം വിശ്വാസികൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? അവർ സിനിമകളിലൂടെയാണ് കാണുന്നത്. ഇപ്പം ഈ കേരളത്തിൽ തന്നെ 90-കൾക്ക് ശേഷമുള്ള 2000 വരെയുള്ള കാലയളവിലുള്ള സിനിമകളിലൊക്കെ ഗുണ്ടകളും വില്ലന്മാരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളെ ഗുണ്ടകളും വില്ലന്മാരൊക്കെ ആക്കിയിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളുടെ കണ്ണിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, കൊള്ളരുതാത്തവരാണ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ വേറൊരു വേർഷനാണിത്. അപ്പോൾ സുന്നികൾ എന്ന് പറയുന്ന ഒരാളുകൾ, വായന ഇല്ലാത്ത ആളുകൾ, ആത്മീയ ചികിത്സ തട്ടിപ്പടത്തുന്ന ആളുകൾ, ഈ റാത്തീബ് എന്താണ്, അല്ലെങ്കിൽ നേർച്ച എന്താണ്, ഇതൊക്കെ മതത്തിലെ പാരമ്പര്യ വിശ്വാസികൾ ഭക്തിയോടെ ചെയ്യുന്ന കാര്യങ്ങൾ. ഈ ഭക്തിയാണ് ഇവിടെ കള്ളത്തരങ്ങളാക്കി മാറ്റുന്നത്. കുറേ കാലമായിട്ട് നവാസിന് സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ സിനിമക്കാരൊക്കെ നവാസ് മരിച്ചപ്പോൾ അയ്യോടാ നീ എന്തിനാ പെട്ടെന്ന് പോയത്, കണ്ണീരൊഴുക്കുന്ന സിനിമക്കാരൊക്കെ കപടന്മാരാണ്, കള്ളന്മാരാണ്. ഒരാൾ പോലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നവാസിന് ഒരു ക്യാരക്ടർ പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് മുൻപാണ്, 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് നവാസ് സിനിമയിലുണ്ടായിരുന്നത്. അതിനുശേഷം നവാസിന് സിനിമകളില്ല. ഇപ്പോൾ ഈ ഒരു മരണപ്പെട്ട സമയത്ത് കണ്ണീരൊഴുക്കുന്ന ഒരു സിനിമക്കാരും ഒരു ചെറിയ റോള് പോലും നവാസിന് കൊടുത്തില്ല. ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കണ്ട എന്താ നവാസെ താങ്കൾക്ക് സിനിമ ഇല്ലാതെ പോയതെന്ന്. അതിന് നവാസ് പറഞ്ഞ മറുപടി, എന്നെ ആരും സിനിമക്ക് വിളിക്കാറില്ല, ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് പോകലില്ല. ഇപ്പോൾ മരണപ്പെട്ടപ്പോൾ ഒരുപാട് പേര് കണ്ണീരോട് കൂടി വരുന്നുണ്ട്. ഇത് ഇത്ര പെട്ടെന്ന് പോകുന്നു വിചാരിച്ച നാദിർഷ എത്ര സിനിമ ചെയ്തു, ഒരു സിനിമയിൽ ഇയാൾക്കൊരു ചാൻസ് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ കപടന്മാരുടെ ലോകമാണ്. ഇപ്പോൾ ശരിക്കും കാണിക്കേണ്ടത് ഒരു ഹോം സിനിമയായിട്ടോ വല്ല സലഫി മീറ്റിങ്ങിലോ സമ്മേളനത്തിലോ കാണിക്കേണ്ട ഒരു ഇതിവൃത്താണ് ഇതിൽ കാണിക്കണം. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ വലുതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഏത് വിശ്വാസക്കാരായിക്കോട്ടെ ആ വിശ്വാസം പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കലാമാധ്യമത്തിലൂടെ ഒരു വിശ്വാസത്തെ മുഴുവൻ താറടിച്ച് കാണിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും നമ്മുടെയും കൂടി ബാധ്യതയാണ്. ആത്മീയ ചികിത്സയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇഷ്ടം പോലെ ഉണ്ട്. 2 ദിവസം മുൻപ് അങ്ങനെ വാർത്ത ഉണ്ടായിരുന്നു. ഈ സിനിമയിലെ പ്രധാന പ്രതിപാദ്യ വിഷയം തന്നെ എന്താണ്? കുഞ്ഞുങ്ങളില്ലാത്ത നവാസും ഭാര്യ രഹനയും. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി വീട്ടുകാർ ഒരുപാട് നേർച്ച നടത്തുന്നു. എന്നാൽ സാമ്പത്തികമായിട്ട് അവർ മെച്ചമുള്ള ആളുകളല്ല, അങ്ങനെ ദുരിതത്തിലും കടം വാങ്ങിയിട്ടാണ്. അപ്പോൾ ഉസ്താദുമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടി ഭക്ഷണം കൊടുക്കുക. അതിൽ കൊടുക്കുന്ന ഓരോ ഉസ്താദുമാർക്ക് അവിടെ കാശ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നേർച്ചക്ക് വന്നിട്ട് റാത്തീബൊക്കെ നടത്തുമ്പോൾ അതിൽ പോലും തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് സുന്നികൾ എന്നൊക്കെയാണ് സിനിമ പറഞ്ഞു വെക്കണം. അപ്പോൾ ഈ സിനിമ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ യൂട്യൂബിൽ കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ ഒരു സിനിമയെ മോശമായിട്ടാണ് പാരമ്പര്യ വിശ്വാസികളായ സുന്നികൾ ചിത്രീകരിച്ചത് 100% ഉറപ്പാണ്. ഒരു പക്ഷേ നമ്മൾ ഇനി ആർക്കെങ്കിലും യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഇരാന്ന് പറയുന്ന ഒരു സിനിമ കാണാം. ഞാൻ സിനിമ ഒരു ഹോം സിനിമ പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. സിനിമയിൽ നവാസിൻ്റെ അഭിനയമൊക്കെ കറക്റ്റാണ്. പക്ഷേ ആ സിനിമ പ്രതിപാദിക്കുന്ന വിഷയം ഉണ്ടല്ലോ, അത് പക്ക ഫ്രോഡാണ്. അത് സുന്നികളെ വളരെ കാഫിറുകളാക്കി മുശ്രിക്കുകളാക്കുന്ന സൽഫുകളുടെ ചിന്താഗതി അതേപോലെ പകർത്തി വെച്ച സിനിമയ്ക്കാണ്. ഒന്നുകിൽ ആ സംവിധായകനും എഴുത്തുകാരും ഇതിൻ്റെ ആളുകളായിരിക്കും. നവാസ് എന്തായാലും അതിൻ്റെ ആളല്ല. അള്ളാഹു അതിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. കാരണം നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യൻ എന്ന് മാത്രമല്ല നല്ലൊരു വിശ്വാസി കൂടിയായിരുന്നു നവാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെയുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ സ്നേഹബന്ധങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നും. ഒരുപക്ഷെ ഇന്നും മലയാളികൾ മരണപ്പെട്ട് 10-15 ദിവസമായി ഇന്നും നമ്മൾ സങ്കടത്തോടു കൂടി കാണുന്നതാണ് നവാസിൻ്റെ ആ ഒരു ജീവിതവും നവാസിൻ്റെ മരണമൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തതിന് ഹബീബ നബിയുടെ 6ാം വയസ്സിലാണ് ഉമ്മ മരണപ്പെട്ടതെന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം,
ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതൊരു ലൈബ്രറിയുടെ ഫോട്ടോ ആണ്. ഈ ഒരു ലൈബ്രറി എന്നുള്ളത് ഞാൻ പറയാം സൗദി അറേബ്യയിലാണ്. ഈ ലൈബ്രറി നിന്നിരുന്ന സ്ഥാനത്ത് ഒരു വീടുണ്ടായിരുന്നു. ലോകം മുഴുവനും അറിയപ്പെടുന്ന വളരെ വലിയൊരു മനുഷ്യൻ്റെ വീട്. ആരുടെ വീടാണ് ഇന്ന് ഈ ലൈബ്രറി ആയിട്ട് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.